ഹലോ, എല്ലാവർക്കും ശ്രേയാസിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു പുതിയ വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താ അത് വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർച്ച് നമ്മളെല്ലാവരും പരീക്ഷയ്ക്കാണ്. അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 26-നായിരുന്നു. കാരണം അതെന്താണെന്ന് ചോദിക്കുമ്പോഴേ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അന്ന് 25-ാം തീയതി അമ്മ പറഞ്ഞപ്പോഴാണ് ആണോ. അപ്പോഴേ ഞാൻ അന്ന് തന്നെ കുറേ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അമ്മ ഇത് വാങ്ങിച്ചു കൊടുക്കുക, അത് വാങ്ങിച്ചു കൊടുക്കുക, നമുക്കൊരു കിറ്റ്കാറ്റും 2 പേനയും 2 പേനയും നല്ല ഒരു പേന വാങ്ങിച്ചു കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും അപ്പോൾ അമ്മ ആണോ അവിടെ ചെന്നിട്ട് എൻ്റെ എംപിയുടെ ബർത്ത്ഡേ ദിവസം ആയപ്പോഴേക്കും അന്ന് എംപി വന്നു. അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ആക്ടിങ് നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ടു കഴിഞ്ഞാലേ തകരാറാണ്. ഇങ്ങനെ കാണിച്ചത് ഹാപ്പി ബർത്ത്ഡേ കണ്ടപ്പോൾ തന്നെ തോന്നിയില്ല, എന്തോ ഒരു കൂടെ എന്തോ പോലെ ഇല്ലേ. അതപ്പോഴേ എൻ്റെ മോൾ എനിക്ക് വേണ്ടി ഒരു പറഞ്ഞതല്ലേ എന്തൊക്കെയാണ് ഗിഫ്റ്റ് തന്നത്, അത് പ്ലാനെ തകരാറായി. അത് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ പ്ലാൻ എ എന്തെങ്കിലും ആയിട്ടെ. പ്ലാൻ എ ഫ്ലോപ്പ് ആയ സ്ഥിതിക്ക് നമുക്ക് പ്ലാൻ ബി ഇറക്കാൻ വേണ്ടി ഞാനത് ഓർത്ത് വെച്ചതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് ഞാൻ സ്കൂളിൽ പരീക്ഷയെല്ലാം കഴിഞ്ഞു. 25-ാമത്തെ EVS ആയിരുന്നു. അത് പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ എംപി അടുത്ത് പറഞ്ഞു, എംപി വാ അപ്പം എംപിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം എംപിക്ക് അങ്ങനെ ചെറുപ്പനാളിൽ അങ്ങനെ ആരും കൊടുത്തിട്ടില്ല. അച്ഛനും അമ്മ വല്ലപ്പോഴും അല്ലെങ്കിൽ ഓണത്തിന് വല്ല ഡ്രസ്സ് നമ്മൾ എടുത്തു കൊടുക്കും, അതേപോലെ ഒന്ന് എടുത്തു കൊടുക്കും. അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഒരു കുഞ്ഞു പൈസ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാറേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛന് അത്ര ഹാപ്പി ആയിട്ടൊന്നും ബർത്ത്ഡേക്ക് അങ്ങനെ ആഘോഷിക്കാറുണ്ടായില്ല. പക്ഷേ എംപിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ ഗിഫ്റ്റ് കിട്ടുന്നത്. അപ്പം ഞാൻ കടയിൽ കയറി എംപി കാണാണ്ട് വയ്യ ഇത് കിറ്റ്കാറ്റും വാങ്ങി. പിന്നെ അത് വാങ്ങിയിട്ട് എംപിക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്തു. എംപിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ വീട്ടിൽ ചെന്നിട്ട് കിറ്റ്കാറ്റൊക്കെ കഴിച്ചു. എംപി പറഞ്ഞു എനിക്കിന്ന് ഭയങ്കര മധുരം കഴിച്ചൊരു ദിവസമാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന ഏത് പേനായിരിക്കും ചേച്ചി വാങ്ങിച്ചോട്ടെ? ദിസ് വൺ. ഞാൻ ഫസ്റ്റ് എടുത്തൊരു പേന ഇതായിരുന്നു. പക്ഷെ അപ്പോഴാണ് അമ്മ പറഞ്ഞത്, മോനെ ഡോണ്ടു അച്ഛൻ്റെ നമ്മുടെ നൊസ്റ്റാൾജിയ അടിക്കുന്ന പേന ഇതാണെന്ന് പറഞ്ഞത്. നൊസ്റ്റാൾജിയ അപ്പം പിന്നെ നമുക്ക് 2 എണ്ണം കൂടെ എഴുതാം. ഒന്ന് നൊസ്റ്റാൾജിയ അടിച്ച് അങ്ങ് വോട്ടേന്ന് എഴുതി. അപ്പം ഞാൻ നൊസ്റ്റാൾജിയ ഉള്ള ഇത് പേനയും കൂടെ വാങ്ങി. 2 പേന ഞാൻ വാങ്ങിച്ചു. അപ്പോഴേക്കും ഇത് അച്ഛൻ ഇത് യൂസ് ചെയ്ത നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ നമ്മുടെ ഇത് എന്ത് വാങ്ങിയാലും നമുക്ക് ആദ്യമേ പിള്ളേർക്ക് കൊടുത്താലേ പറ്റത്തുള്ളൂ. കാരണം പിള്ളേർ അതൊരു ഫുൾ യൂസ് ചെയ്ത് എൻ്റെ അച്ഛൻ്റെ പരിപാടി ഞാൻ അന്ന് ഇവിടെ വെച്ച് പറഞ്ഞായിരുന്നു. എൻ്റെ അച്ഛൻ്റെ പരിപാടി എന്തെങ്കിലും സാധനം കിട്ടാൻ ഒറിഞ്ഞ് അതെല്ലാം ചെറുതാക്കുമ്പോഴേക്കും അയ്യോ എംപി എനിക്കിത് മറന്നുപോയിട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോഴേ മനസ്സിലായി ഇതിൻ്റെ മനുഷ്യരെല്ലാം തീർന്നത്. അതേപോലെ ഈ 2 പേനയും പിന്നെ കിറ്റ്കാറ്റ് അവൾ വാങ്ങിയത് അത് ഞാൻ നേരത്തെ അവിടെ തന്നെ വെച്ചങ്ങ് തിന്നു. ഈ ഒരു വിശപ്പ് വന്നുകൊണ്ട് ഞാൻ അതിൻ്റെ ഫുള്ള് എൻ്റെ അതായത് കണ്ട്. പിന്നെ എംപി എണ്ണീന്ന് എൻ്റെ വായി വെച്ച് നമ്മുടെ വായി വെച്ചു തന്നു. പക്ഷേ അപ്പോൾ നമ്മുടെ എല്ലാവരും ബർത്ത്ഡേ കേക്കാണ് മുറിക്കുന്നത്. പക്ഷേ ഇവിടെ കിറ്റ്കാറ്റ് കേക്കാണ് മുറിച്ചത്. കേക്കില്ല, കിറ്റ്കാറ്റ് മാത്രമാണ് മുറിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ അടുത്ത ബർത്ത്ഡേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ എംപിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചെടുക്കണം. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചെടുക്കുമ്പോൾ അതിനൊരു ത്രില്ല് വരുത്തണം. ഇത് വീഡിയോ പറഞ്ഞ് എംപി കേൾക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പം എംപിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ എംപിക്ക് അത് കേട്ടപ്പോൾ കണ്ണൊക്കെ നടന്നു കേട്ടോ. കാരണം എംപിക്ക് അങ്ങനെ ഒരു സാഡ് മൂഡ് വന്നു. കാരണം അത്ര എംപിക്ക് വിഷമമായി. കാരണം അങ്ങനെ നമ്മൾ ആരും അങ്ങനെ കൊടുക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു വിഷമമായിരുന്നു എംപിക്ക് ആയത്. എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അന്ന് എംപിക്ക് കോളായിരുന്നു കേട്ടോ, നല്ല കോളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കപ്പയും ചിക്കനും കിട്ടി. എമ്മി ഫുൾ. എംപിക്ക് മധുരവും കിട്ടി, കപ്പയും ചിക്കനും കിട്ടി. പിന്നെ എന്തോ വേണം. അങ്ങനെ പായസം കുടിച്ച ആള് 2 പേര കിട്ടി, കിറ്റ്കാറ്റ് കിട്ടി, കപ്പയും ചിക്കനും കിട്ടി. 4 ഐറ്റംസ് ആൾക്ക് കിട്ടിയത്. ഞാനിങ്ങനെ മറച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൈയൊക്കെ ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, വേദനയും കാര്യങ്ങളുണ്ട്. പിന്നെ പ്ലാസ്റ്റർ ഇട്ട് വെക്കും, അതെനിക്കുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഉള്ളൂ. അപ്പം ബൈ ഗൈസ്.